പുറത്താക്കാത്തവരെ സംരക്ഷിക്കുന്നുണ്ടോ? ശബരിമല ജയിലിൽ കിടക്കുന്നവരെ സംരക്ഷിക്കുന്നുണ്ടോ CPM? അങ്ങനെയാണോ അവര് പുറത്താക്കാതിരിക്കുന്നത്? എന്തെങ്കിലും പേടിച്ചിട്ടാണോ അവരെ പുറത്താക്കാത്തത്? അതിനുള്ള മറുപടി ഞങ്ങൾക്ക് ആഗ്രഹിച്ചുള്ളത്. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാ ജയിലിൽ കിടക്കുന്നത്. അവരെ എന്തിനാണ് CPM സംരക്ഷിക്കുന്നത്? ആ ചോദ്യത്തിന് മറുപടി ഇട്ടിട്ട് ബാക്കി. ഞങ്ങളിവിടെ കൃത്യമായ നിലപാടെടുത്ത് പാർട്ടി തീരുമാനമെടുത്ത് അദ്ദേഹത്തെ മാറ്റി. ഇത് നിയമത്തിന്റെ വഴി ചെല്ലട്ടെ. അപ്പൊ പിന്നെ കോടതിയാണ് തീരുമാനിക്കുന്നത് ബാക്കി എന്താണ് നിയമവശം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു സാഹചര്യം നിൽക്കുന്നതുകൊണ്ടും പൊതുവായ ഉള്ള ഒരു സമൂഹത്തിന്റെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ടാണ് പാർട്ടികൾ നിലപാടെടുത്തത്. അപ്പൊ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിനെയാണ്, ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, അങ്ങനെയുള്ള പ്രമുഖനായ ഒരു നേതാവിനെയാണ് പുറത്താക്കിയിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് സംരക്ഷണം ഒരുക്കുന്ന പറയുന്നത്? ആഭ്യന്തരമന്ത്രി കോൺഗ്രസിന്റെ കയ്യിലാണല്ലോ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഇരിക്കുന്നത്. കോൺഗ്രസിന്റെ ആണല്ലോ ആഭ്യന്തരമന്ത്രി കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പെട്ടെന്ന് പിടിക്കാൻ പറ്റുമല്ലോ. ഇത് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാര്യം? ഒരു പോലീസ് ഓഫീസർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം ഇത്ര നീട്ടിക്കൊണ്ട് പോകുന്നതിന്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇത് ആരുടെ കയ്യിലാണ് ഗവൺമെന്റ് ഇരിക്കുന്നത്? ആരുടെ കയ്യിലാണ് വകുപ്പ് മന്ത്രി സ്ഥാനം ഇരിക്കുന്നത്? അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. പോലീസിന്റെ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, ചോരുന്നു. ഇതെങ്ങനെയാ ചോരുന്നേ? അപ്പം അതിന് അജണ്ട കാണും അവർക്ക്.